ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവർ 8 പേരാണ്. സ്ഥിരീകരിച്ച മരണം 8 ആണ്, 9 അല്ല എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. हम आवाज सुने बस। आप कहाँ था उस टाइम हम दुकान पे थे अपने 500 किलोमीटर दूर पे 500 किलो। हाँ, तो क्या क्या सुना, आवाज सुने जैसे आवाज धमाका होता है ना, उसी तरह सुने हम। क्या देखा? देखे कुछ नहीं हम लोग, आप लोग खुद देख सकते हैं यहाँ क्या हुआ है। आप भाग गया? हम नहीं हम नहीं थे इस टाइम, हम अभी आए हैं 10-15 मिनट पहले। बहुत बड़ा आवाज। हाँ, आवाज तो बहुत ज्यादा था। हम लोग सोचे कि सिलेंडर उलेंडर फट चुका होगा या बिजली उजली, तो हम लोग लापरवाह हो गए, हम लोग इसमें ये नहीं हुए। उसके बाद हम लोग काम में लग गए, बिजी हो गए। 10 मिनट पता चला कि यहाँ पे ये ऐसा हुआ है। SKN ഇദ്ദേഹം ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്ററോളം അകലെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. വലിയ ശബ്ദമായിരുന്നു. തുടർന്ന് എന്നാൽ ഇവിടെ ആളുകൾ ഓടുന്നത് എല്ലാം ആയതിനാൽ തന്നെ ആ ഘട്ടത്തിൽ ഇവിടേക്ക് എത്തിച്ചേരാനായില്ല. എന്തായാലും നിരവധി പേർ ഈ സമീപത്തുള്ള മാർക്കറ്റുകളിലുള്ള ആളുകൾ എല്ലാം തന്നെ ആ ഒരു ഉഗ്ര സ്ഫോടനം, അതിന്റെ ആഘാതം അവർ പങ്കുവെക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ച ഒരാൾ, നിരവധി പേർ, ഏതാണ്ട് 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, മാരകമായി തന്നെ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത്തരത്തിൽ അത്യന്തം ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ ഇവിടെ നിന്നും പുറത്തു വന്നത്. ഉടൻ തന്നെ പോലീസും മറ്റ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ എത്തി ഈ പ്രദേശത്ത് തീ അണയ്ക്കുകയായിരുന്നു. നിലവിലിപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി 7:30-യോടെ. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടാതെ ഫോറൻസിക് സംഘം, NSG സംഘം, NIA സംഘം എന്നിവർ ഇവിടെ പരിശോധനകൾ നടത്തി വരികയാണ്. സ്ഫോടനത്തിന്റെ കാരണം, അതിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ സാമ്പിളുകൾ, ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച ശേഷമായിരിക്കും ഫോറൻസിക് സംഘം മടങ്ങുക. അതിന്റെ പരിശോധനാ ഫലം വന്ന ശേഷമായിരിക്കും അന്തിമമായ ഒരു സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുക. പ്രാഥമിക സ്ഥിരീകരണം അനുസരിച്ച് ഈ ഈക്കോ കാറിൽ ഉണ്ടായിരുന്ന CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ്. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ഫോടനം വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വഴിവെച്ചിരുന്നു. കാരണം ഇന്ന് ഡൽഹി അതിർത്തിക്ക് സമീപം ഫരീദാബാദിൽ നിന്നും 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഡൽഹിയിൽ ഒരു ഭീകരാക്രമണ പദ്ധതി ലക്ഷ്യം വെച്ചിരുന്ന സംഘത്തെയാണ് പിടികൂടിയത്. ജമ്മു കശ്മീരിൽ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ ഒരു നീക്കത്തിന് ഒടുവിലാണ് ഈ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. എന്തായാലും അതിന്റെ ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. തുടർന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴും ഡൽഹിയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭയ്യ ഇധർ था? हम इधर नहीं थे। क्या सुना था? बम की आवाज सुनाई थी जोरदार। आप कहाँ था उस टाइम हम वहाँ पे थे 2 किलोमीटर की दूरी में। एकदम जोरदार आवाज आने लगा, फिर जैसा लगा कि किसी ने बम फोड़ दिया। फिर पुलिस प्रशासन हमें भगाने लगा, फिर हम लोग भाग गए यहाँ से। फिर पुलिस प्रशासन आई, एम्बुलेंस आई, बहुत सारे। कितने लोगों को जो डेथ हुआ है आपने देखा है? 5 लोगों की डेथ हो गई इधर से जी। और आगे की मालूम नहीं। SKN ഇദ്ദേഹം 5 പേരെ മരിച്ചു, 5 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 300ഓളം മീറ്റർ അകലെയായിരുന്നു ഈ സ്ഫോടനം നടന്ന സമയത്ത് ഇയാൾ ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇവിടെയുള്ള ആളുകളെ എല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. ആംബുലൻസുകൾ എത്തി 5 മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് കണ്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അവരെയും ഇവിടെ നിന്നും നീക്കുന്നത് കണ്ടു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. പരിക്കേറ്റ ആളുകളെ ഏതാണ്ട് മുഴുവനായും തന്നെ ഇവിടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പൊട്ടിത്തെറിച്ച് 2 കാറുകളാണ് പൊട്ടിത്തെറിച്ചത്. 8 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നു. കുറച്ച് ആളുകൾക്ക് പരിക്കേറ്റു. അവരെല്ലാം LNJP ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഒരു കാര്യം അറിയിക്കുന്നു. മുംബൈ നഗരത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നു. മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ ഇത് പ്രമാണിച്ചുള്ള നിർദ്ദേശം എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശം വന്നുവെന്ന് ഡൽഹി ബ്യൂറോ അറിയിക്കുന്നു. നിരീക്ഷണം ശക്തമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ആരാധനാലയങ്ങൾ, അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനും നിർദ്ദേശം വന്നു കഴിഞ്ഞു. എല്ലാ രീതിയിലും ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. മാത്രമല്ല തീവ്രവാദി ആക്രമണത്തിൻ്റെ സ്വഭാവം ഇതിനുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നിരുന്നാലും എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കാൻ രാജ്യത്തുടനീളം പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുംബൈയിലും ജാഗ്രതാ നിർദ്ദേശം വന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.